ഹനുമാൻ സ്വാമി ഉദ്ധവ ശരീരനായി ശ്രീരാമചന്ദ്രസ്വാമിയുടെ നാമത്തിൽ ആ സ്വരൂപത്തിൽ പരിപൂർണമായിട്ട് സമർപ്പിച്ച് സമുദ്രം ചാടിക്കടക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. ആ ചാട്ടത്തിനിടയിൽ, ആ യാത്രക്കിടയിൽ 3 പ്രതിസന്ധികൾ ഭഗവാനെ നേരിടേണ്ടി വരുന്നുണ്ട്. ഛായാഗ്രഹണിയുണ്ട്, സുരസയുണ്ട്, മൈനാകമുണ്ട്. സുരസ ഹനുമാൻ സ്വാമിയുടെ ബലവേഗങ്ങളെ പരീക്ഷിക്കാനായിട്ട് വരികയാണ്. ദേവന്മാർ പറഞ്ഞയക്കുകയാണ് സുരസയെ. നാഗമാതാവായിട്ടുള്ള സുരസയോട് പറയുന്നു, ഇങ്ങനെ ആകാശമാർഗേ പോകുന്ന ഈ കവിയുടെ ബലവും വേഗങ്ങളും ഒക്കെ ഒന്ന് നീ പരീക്ഷിച്ചിട്ട് അവന് അനുഗ്രഹം കൊടുത്തിട്ട് വരിക. അങ്ങനെ സുരസ മാർഗവിഘ്നമായിട്ട് അവിടെ വന്നു നിന്നു. പക്ഷേ ഹനുമാൻ സ്വാമി തൻ്റെ കൗശലമാണ് അവിടെ ഉപയോഗിക്കുന്നത്. യുക്തി ഉപയോഗിച്ചിട്ട് സുരസയെ നേരിട്ടു. മൈനാകപർവ്വതം സൽക്കാരം നൽകാൻ വേണ്ടിയിട്ട്, മൈനാകപർവ്വതത്തിന് 2 തരത്തിലാണ് ഹനുമാൻ സ്വാമിയുമായിട്ട് ബാന്ധവമുള്ളത്. ഒന്ന്, വായുദേവനാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് വായുവിൻ്റെ പുത്രനോടുള്ള കടപ്പാട്. മറ്റൊന്ന്, അഭയം കൊടുത്ത സാഗരത്തിന് ശ്രീരാമചന്ദ്രസ്വാമിയോടുള്ള കടപ്പാട്. അത് നിമിത്തം മൈനാകത്തിന് കടപ്പാടുണ്ട്. കാരണം തനിക്ക് അഭയം തന്നത് ഈ സാഗരമാണ്. സാഗരത്തെ വളർത്തിയതാകട്ടെ സഗരൻ്റെ പുത്രന്മാരും. അതുകൊണ്ടാണ് സാഗരം എന്നുള്ള പേര് തന്നെ. അങ്ങനെ 2 നിലയ്ക്ക് ആ രാമദൂതനോടുള്ള കടപ്പാട് കാണിക്കാൻ വേണ്ടിയിട്ട് മൈനാകം സാഗരത്തുനിന്ന് ഉയർന്ന് മുകളിലേക്ക് വരിക. മൈനാകം പറഞ്ഞു, അങ്ങ് വലിയ യാത്ര ചെയ്യുകയാണ്. ഈ യാത്രക്കിടയിൽ അങ്ങക്ക് ദാഹം ഉണ്ടാവും, വിശപ്പുണ്ടാവും. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ശിഖരത്തിലിരുന്നിട്ട് നല്ല മനോഹരമായിട്ടുള്ള ജലം കുടിച്ച് നല്ല പഴങ്ങളൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോവുക എന്ന് പറഞ്ഞു. ഹനുമാൻ സ്വാമി അതിനെ സ്നേഹത്തോടെ നിരസിച്ചു. സ്നേഹമാണ് അവിടെ ഉപയോഗിക്കുന്നത്, ബാന്ധവമാണ്. ആ ബാന്ധവം തൻ്റെ കർമ്മത്തിൽ, ക്രിയാപഥത്തിൽ ഒരു തടസ്സമാവരുത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതൊക്കെ സ്വീകരിച്ചു എന്ന് നീ മനസ്സിൽ വിചാരിക്കുക, നിന്നോടുള്ള സ്നേഹം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് പോയി. ഛായാഗ്രഹണിയെ വധിക്കുക ചെയ്യുന്നത്, തൻ്റെ ശക്തിയാണ് പ്രയോഗിക്കുന്നത്. അവിടെ 3 പ്രതിസന്ധികളാണ് അദ്ദേഹത്തിന് സൃഷ്ടിച്ചത്. ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി, ഒന്ന് വധിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് സ്നേഹപ്രകടനത്തിൽ. ഒക്കെ അദ്ദേഹത്തിന് മാർഗവിഘ്നമാണ്. എന്നാൽ ഹനുമാൻ സ്വാമി ഇതൊക്കെ 3 തരത്തിൽ തരണം ചെയ്ത് അവസാനം സൂര്യൻ അസ്തമിച്ച ആ ഒരു സമയത്ത് ലങ്കയിലേക്ക് പ്രവേശിക്കുക. ആ ഒരു സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. സൂര്യൻ അസ്തമിക്കണ ആ നിമിഷം ഹനുമാൻ സ്വാമി കൃശശരീരനായിട്ട് ലങ്കയിലേക്ക് ഇടത്തുകാൽ വെച്ച് പ്രവേശിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ വരവോടെ ലങ്കയുടെ അസ്തമനം തുടങ്ങിയെന്ന് സാരം. രാവണൻ്റെയും ലങ്കയുടെ അസ്തമനം അവിടെയാണ്. ഏത് ലങ്കയുടെ മേലാണോ രാവണൻ അഹങ്കരിക്കുന്നത്, ആ ലങ്കയുടെ സർവനാശം രാമദൂതനാലാണ്. ലങ്കയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് വലിയൊരു ശബ്ദം കേൾക്കുന്നത്. ആരടാ താൻ എന്നൊരു ശബ്ദം. ഈ ലങ്കയിലേക്ക് കടക്കാൻ എന്താ കാരണം? കള്ളനാണോ? തിരിഞ്ഞു നോക്കി, അപ്പോൾ കാണുന്നത് ലങ്കാലക്ഷ്മിയാണ്. ലങ്കാലക്ഷ്മി ലങ്കയുടെ ഐശ്വര്യമാണ്, ലങ്കയുടെ കാവൽക്കാരിയാണ്. അവർ പറഞ്ഞു, ഞാനറിയാണ്ട് ഒരു ജീവിക്കും, അത് ദേവന്മാരായിക്കൊള്ളട്ടെ, അസുരന്മാരായിക്കൊള്ളട്ടെ, മനുഷ്യന്മാരായിക്കൊള്ളട്ടെ, ആർക്കും ഈ ലങ്കയിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ലങ്കയുടെ കവാടം അത് നിയന്ത്രിക്കുന്നത് ഞാനാ. നീ എന്തിനു വേണ്ടിയിട്ടാണ് വന്നതെന്ന് ചോദിച്ചു. ആ ചോദിച്ച് കഴിഞ്ഞ നിമിഷം തന്നെ ലങ്കാലക്ഷ്മി ഹനുമാൻ സ്വാമിക്ക് ഒരു അടിയും കൊടുത്തു. ഈ അടിയേറ്റ് ക്രുദ്ധനായിട്ടുള്ള ഹനുമാൻ സ്വാമി തൻ്റെ ഇടത്ത് കൈ ചുരുട്ടി ലങ്കാലക്ഷ്മിക്ക് മുഖത്തൊന്ന് വെച്ചു കൊടുത്തു. ആ അടി കിട്ടിയ സമയത്ത് മുഖത്തുനിന്ന് ചോരയൊക്കെ വന്നു. ലങ്കാലക്ഷ്മിക്ക് മനസ്സിലായി ഇവിടുന്ന് പോകേണ്ട സമയമായി. കാരണം മുന്നേ ബ്രഹ്മാവ് ലങ്കാലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ട്, 21ാമത്തെ മന്വന്തരത്തിൽ സാക്ഷാൽ ആദിനാരായണൻ തന്നെ ഭൂമിയുടെ ഭാരം കുറക്കാൻ വേണ്ടിയിട്ട്, രാവണൻ്റെ ചെയ്തികളിൽ നിന്ന് ഭൂമിയുടെ ഭാരം കുറക്കാൻ ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് അവതരിക്കും. ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ട്. അദ്ദേഹത്തിൻ്റെ യോഗമായാദേവി ജനക മഹാരാജാവിൻ്റെ പുത്രിയായിട്ട് ജനിക്കും. ആ ദേവിയെ കട്ടുകൊണ്ടു പോകുന്ന രാവണനെ വധിക്കാൻ ഭഗവാൻ വരും, സംശയമില്ല. അങ്ങനെ ദേവി അന്വേഷിക്കാൻ വന്നിട്ടുള്ള ഭഗവാന്റെ സേവകന്മാർ, നാനാദിക്കിലേക്ക് പോയിട്ടുള്ള സേവകന്മാരിൽ ഒരേ ഒരുത്തൻ മാത്രം ലങ്കയിലെത്തും. അനേക ലക്ഷം വാനരന്മാർ പോയതിൽ ഒരാൾ മാത്രം എത്തും. അവൻ്റെ കയ്യിൽ നിന്ന് താടനം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കുക ലങ്ക വിട്ട് പോകേണ്ട സമയമായി. കാരണം ലങ്കയുടെ ഐശ്വര്യമാണ് പോകുന്നത്. ലങ്കാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ലങ്കയുടെ ഐശ്വര്യം. ഹനുമാൻ സ്വാമിയുടെ വരവോടെ ലങ്കയുടെ ഐശ്വര്യം പരിപൂർണമായിട്ട് നശിക്കുക. എന്നിട്ട് ലങ്കാലക്ഷ്മി സീതാദേവി ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തു. അശോകവനികയിൽ ശിംശഭാവൃക്ഷത്തിൻ്റെ താഴെ രാക്ഷസിമാരുടെ നടുവിൽ അതീവ ദുഃഖിതയായിട്ടിരിക്കുന്ന ആ ദേവിയെ കണ്ട് ഭഗവാന്റെ വൃത്താന്തം ഉണർത്തിക്കുക. ദേവിയുടെ വൃത്താന്തം ഭഗവാനെയും കണ്ട് പറയുക. ഈ കാര്യമൊക്കെ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞ് ലങ്കാലക്ഷ്മി അവിടുന്ന് യാത്രയായി. ആ ഹനുമാൻ സ്വാമി കർമ്മകുശലനായിട്ടുള്ള രാമദൂതൻ അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ച് ഇന്നത്തെ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം.